ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും 10 മിനിറ്റിൽ നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി കോളിഫ്ലവർ ആണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ പുറമേ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ളതും എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്പി കോളിഫ്ലവർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം വെയിറ്റുള്ള ഒരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് ചെറിയ പൂക്കളായിട്ട് അടർത്തിയെടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കോളിഫ്ലവർ 10 മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വച്ചേക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും പ്രാണികളോ ചെറിയ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് മാറിക്കിട്ടും. ഇതെന്നല്ല, കോളിഫ്ലവറിൻ്റെ ഏത് ഡിഷ് ഉണ്ടാക്കിയിരുന്നാലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത് നല്ലതായിരിക്കും. നന്നായി കഴുകി വെള്ളം വാർത്തെടുത്ത കോളിഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയോ കോൺഫ്ലോറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കണത്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് അര ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്താൽ മതിയാകും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം എരിവായിരിക്കും. കുറേ കൂടെ സ്പൈസി വേണമെന്നുള്ളവർക്ക് 2.5 ടീസ്പൂൺ വരെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കണുണ്ട്. നമ്മൾ ഉപ്പിട്ട വെള്ളത്തിലാണ് കോളിഫ്ലവർ ഇട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഉപ്പ് രസം നമ്മുടെ കോളിഫ്ലവറിന് കാണും. അപ്പോൾ അതുകൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ കോളിഫ്ലവറിൻ്റെ നനവിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം കുടഞ്ഞ് ആ മാവ് കംപ്ലീറ്റ് നമ്മൾ കോളിഫ്ലവറിലോട്ട് പിടിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ കോളിഫ്ലവറിൻ്റെ പുറമേ ഉള്ള ആ മാവ് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് എണ്ണ മാത്രമേ അത് പിടിക്കുകയുള്ളൂ. പിന്നെ കൂട്ടുകാരെ, എല്ലാ പേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ വെയിറ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊപ്പോർഷനിൽ കടലമാവ് അരിമാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാവ് ഈ ഒരു രീതിയിൽ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കണം. ഈ ഒരു പാകം വേണം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ കറിവേപ്പിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടെ നമ്മുടെ കോളിഫ്ലവറിന് കിട്ടും. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. പീസസ് തമ്മിൽ ഒട്ടിയിരിക്കുകയാണെങ്കിൽ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ആ കോളിഫ്ലവറിൽ നന്നായിട്ട് കോട്ടിങ് പിടിച്ചിരിപ്പുണ്ട്. നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്ത് കോരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറമെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു പോകാനും എന്നാൽ അകത്ത് കോളിഫ്ലവർ വേകാതെ ഇരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വറുത്ത് കോരാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ പുറമെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതിയാകും. നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാ കോളിഫ്ലവറും വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ഈ രീതിയിൽ ഞാൻ എല്ലാ കോളിഫ്ലവറും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നിങ്ങൾക്കും ക്രഞ്ചി ആയിട്ടുള്ള ക്രിസ്പി കോളിഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തൂ. ഹാപ്പി കുക്കിംഗ്.